അപ്പോൾ നമ്മളിവിടെ ആംഗുലർ റൗട്ടിങ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നാവ് ലിങ്ക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ റൗട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 ലിങ്ക് ഉണ്ട്, ഹോം ലിങ്ക് പിന്നെ ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റാം. നമുക്ക് ടെക്സ്റ്റ് മാറ്റണം. അതിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ മെമ്പേഴ്സ് വേണം, ലിസ്റ്റ് വേണം, മെസ്സേജസ് വേണം. ഓക്കെ, ഈ 3 ലിങ്ക് ആയിരിക്കണം. അപ്പം ഞാനിവിടെ നാവ്ബാർ കോമ്പോണൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോമിനെ മാറ്റിയിട്ട് ഞാനിവിടെ മെമ്പേഴ്സ്, ലിങ്കിനെ മാറ്റിയിട്ട് ഇവിടെ ലിസ്റ്റ്, പിന്നെ ഇവിടെ ഡിസേബിൾ മാറ്റിയിട്ട് മെസ്സേജ്. ഓക്കെ, ഇവിടെ ഏരിയ ഡിസേബിൾഡ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ സേവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ടെക്സ്റ്റ് ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് ഇത് കാണിക്കണം. അതായത് ലിസ്റ്റ് മെസ്സേജസ് ക്ലിക്ക് ചെയ്താൽ മെസ്സേജസിൻ്റെ കോമ്പോണൻറ്റ്, ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റിൻ്റെ കോമ്പോണൻറ്റ്, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. ഇവിടെ നമ്മൾ HRF എല്ലാം മാറ്റുക, കറണ്ട് പേജ് റഫ് എല്ലാം മാറ്റണം. എന്നിട്ട് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നാവ്ബാർ കോമ്പോണൻ്റ് TS-നകത്ത് നമ്മൾ ഇമ്പോർട്ടിനകത്ത് നമുക്ക് റൗട്ടർ ലിങ്ക് എന്ന് പറയുന്നൊരു സാധനം നമ്മളിവിടെ ആഡ് ചെയ്യണം. റൗട്ടർ ഈസ് നോട്ട് യൂസ് വിത്തിൻ ദ ടെംപ്ലേറ്റ്. ഓക്കെ, യൂസ് നോട്ട് വിത്തിൻ ദ ടെംപ്ലേറ്റ് ഓഫ് നാവ്ബാർ കോമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ അത് വാർണിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ റൗട്ടർ ലിങ്ക് നമുക്കിവിടെ ആങ്കർ ടാഗിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ റൗട്ടർ ലിങ്ക് ഈക്വൽ ടു /members. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഇതുപോലെ ലിസ്റ്റിന് നമുക്കിവിടെ ആഡ് ചെയ്യണം. ലിസ്റ്റ്, ഇവിടെയും നമ്മൾ മെസ്സേജസ്. ഓക്കെ, ഇത് മൊത്തം രണ്ടും സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെമ്പർ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് വർക്ക്സ് എന്ന് കാണിക്കുന്നുണ്ട്. മെസ്സേജസ് എന്ന് പറയുന്നത് മെസ്സേജ് വർക്ക്സിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോമ്പോണൻറ്റ് നമുക്കിവിടെ ലോഡായി കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിവിടെ മെസ്സേജസ് ക്ലിക്ക് ചെയ്താൽ ഈ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ലേബിൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റിനകത്ത് നമ്മളിവിടെ അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ആ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അത് ആക്ച്വലി ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ആക്റ്റീവ് ക്ലാസ് ഞാനിവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് കൊടുത്തത്. അതായത് ഞാൻ മാനുവലി ആയിട്ടാണ് ഞാനിവിടെ എൻ്റർ ചെയ്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എനിക്കിവിടെ ആക്റ്റീവ് ക്ലാസ് ഡൈനാമിക്കലി ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടിനകത്ത് ഒന്നും കൂടെ പോയിട്ട് നമ്മൾ റൗട്ടർ ലിങ്ക് പോലെ തന്നെ നമ്മൾ റൗട്ടർ ലിങ്ക് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, റൗട്ടർ ലിങ്ക് ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ആഡ് ചെയ്യും. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലിങ്ക് ആണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ ആക്റ്റീവിൽ നമ്മൾ ക്ലാസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ റൗട്ടർ ലിങ്കിൻ്റെ ഇവിടെ ഞാനിവിടെ റൗട്ടർ ലിങ്ക് ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ക്ലാസ് ആണ്. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും അതുപോലെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് സേവ് ചെയ്ത് നമ്മളൊരു രണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കാം. അപ്പോൾ മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തുണ്ട്, മെമ്പേഴ്സിൻ്റെ ക്ലാസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മെസ്സേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജസ് ഹൈലൈറ്റ് ഇടുന്നുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ആക്റ്റീവ് ക്ലാസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൗട്ടർ ലിങ്ക് വെച്ചിട്ട് നമ്മൾ ആംഗുലർ റൗട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂസർ ഞാനിപ്പോൾ ലോഗ് ഔട്ട് ചെയ്താൽ ആ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ എൻ്റെ മെയിൻ പേജ് എത്തണം. മറ്റേ ആ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പേജില്ലേ, ആ കോമ്പോണൻറ്റ് ഇവിടെ ലോഡ് ചെയ്യണം. അതുപോലെ ഞാനിവിടെ എൻ്റർ ചെയ്താൽ ഇപ്പോൾ ഒരു യൂസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സ് ലിസ്റ്റിൻ്റെ കോമ്പോണൻറ്റ് ഇവിടെ ലോഡ് ചെയ്ത് കാണിക്കണം. ഇപ്പം ഞാൻ ലോഗ് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോഴും ആ മെമ്പേഴ്സിൻ്റെ കോമ്പോണൻറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സോ നമ്മളിത് ചേഞ്ച് ചെയ്യണം. അതായത് ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോം കോമ്പോണൻറ്റ് കാണിക്കണം. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ മെമ്പേഴ്സ് ലിസ്റ്റിൻ്റെ കോമ്പോണൻറ്റ് നമുക്ക് കാണിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ തന്നെ നാവ്ബാറിൽ ലോഗിനകത്ത് ഞാനിവിടെ അടുത്തൊരു
മൊഡ്യൂൾ ഞാനിവിടെ ഇഞ്ചെക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ റൗട്ടർ ഈസ് ഈക്വൽ ടു ഇഞ്ചെക്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ റൗട്ടർ എന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റൗട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മൊഡ്യൂളാണ്. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് URL നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും പല മെത്തേഡ്സും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എനിക്ക് URL വെച്ച് നാവിഗേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ, അതായത് ലോഗിൻ APIയിൽ വരുമ്പോൾ നമുക്ക് ഈ സക്സസിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എനിക്കിവിടെ നാവിഗേറ്റ് ചെയ്യണം. ദിസ് ഡോട്ട് റൗട്ടർ ഡോട്ട് നാവിഗേറ്റ് ബൈ URL എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സിൻ്റെ URLിലേക്ക് പാസ് ചെയ്താൽ മെമ്പേഴ്സിൻ്റെ കോമ്പോണൻ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യുമ്പോഴും എനിക്ക് സെയിം സാധനം തന്നെ ഇവിടെയും നാവിഗേറ്റ് ബൈ URL കൊടുത്തു കഴിഞ്ഞാൽ ഒരു empty പാത്ത് ആയിരിക്കും. ഓക്കെ, empty പാത്ത് എന്ന് പറയുമ്പോൾ ഹോം കോമ്പോണൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം കോമ്പോണൻ്റ് ലോഡായി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ യൂസറായിട്ട് കയറുവാണെങ്കിൽ, യൂസർ ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്താണ് വരേണ്ടത്? എൻ്റെ മെമ്പേഴ്സിൻ്റെ കോമ്പോണൻ്റ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക്കലി ചെയ്യുന്നത്. നമ്മൾ റൗട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. റൗട്ടർ ലിങ്ക് വെച്ചിട്ട് നമ്മൾ ഓരോ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ നാവ് ലിങ്കിൽ. അതുപോലെ റൗട്ടർ ലിങ്ക് ആക്റ്റീവ്, അതായത് നമ്മൾ ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്ത് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൗട്ടർ ലിങ്ക് ആക്റ്റീവ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആക്റ്റീവ് ക്ലാസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ആണ്. പിന്നെ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ URL മാറ്റി കൊടുക്കണം. അതായത് URL ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് മെമ്പേഴ്സിൻ്റെ URLിലോട്ട് /members വെച്ച് പാത്തിലോട്ട് നമ്മുടെ മെമ്പേഴ്സ് ലിസ്റ്റ് കോമ്പോണൻറ്റ് ലോഡ് ചെയ്യണം. അതുപോലെ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഹോം പേജിലേക്ക് ലോഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇത് റൗട്ടർ ലിങ്കിൽ വരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ ബൈ.